മുലരിയിൽ പോയി പാടി പാടി ശിവു ഹായ് ഹായ് ശിവു. ഹായ് റോക്സ്. ഇത് എവിടെയായിരുന്നു? എത്ര ദിവസമായി കണ്ടിട്ട്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ചെന്നൈയിലായിരുന്നു. അതാണ് കാണാനില്ലാത്തല്ലേ. ഞാനിവിടെ ഇല്ലായിരുന്നു. മൊബൈലിന്റെ മറ്റേ ഷോപ്പിന്റെ കാര്യമായിട്ടെ കോയമ്പത്തൂര് ബാംഗ്ലൂർ അങ്ങനെ കുറച്ച്. നല്ല കാര്യം. അതെ, അത് ഞാൻ ശിവുവിനെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു. ചേട്ടൻ പറഞ്ഞ കാര്യത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടും കൂടെ ഇല്ല. എനിക്ക് പരീക്ഷയായിരുന്നു. അല്ല, ഏത് കാര്യം? അന്ന് വീട്ടിൽ വന്നപ്പോ പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, അത് വലിയ തിരക്കൊന്നും കൂടില്ല, പതുക്കെ മതി. എനിക്ക് നല്ല തിരക്കുണ്ട്, ഞാൻ വേഗം പോലെ പോലെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടാ, നാട്ടുകാരൊക്കെ കണ്ട വിഷയമാ. പേടിയുണ്ടോ സംസാരിക്കാൻ? പേടിയല്ല, നാട്ടുകാരെ കണ്ടാലുള്ള സീൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇഷ്ടമാണ് എന്നെ? അതിന് അങ്ങനത്തെ ഒരു അർത്ഥം ഇല്ല. ഇല്ല ഇല്ല. അല്ല, എനിക്കൊരു വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? വേഗം പറയാം. ഞാൻ മൊബൈൽ ഷോപ്പ് ഒക്കെ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? നല്ല കാര്യം. ഷോപ്പ് നല്ല നിലയിലെത്തും. ഓൾ ദി ബെസ്റ്റ്. അതിന്റെ ഉദ്ഘാടനമൊക്കെ എത്തി. അതിനൊരു പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പേരൊന്ന് ഗസ് ചെയ്യാൻ പറ്റും? പേരെന്തിനാ ചേട്ടാ ഞാൻ ഗസ് ചെയ്യണേ? അല്ല, ചുമ്മാ ഒന്ന് ഗസ് ചെയ്യ്. മൊബൈൽ ഷോപ്പ്? അയ്യോ, അതല്ല, വേറെ. കേരള മൊബൈൽസ്? അങ്ങനെയൊക്കെ ഞാൻ പേരിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ ശിവ, എന്നെ പറ്റി അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്? ഒറ്റ അടി ഒന്നുമില്ല. അല്ല, അടിക്കൂല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പേരാണ്. അയ്യേ, കെമിക്കൽ മൊബൈൽ ഷോപ്സ്. അതെനിക്കിപ്പോ ഇഷ്ടമില്ലാത്ത പേര്. അതല്ല ചേട്ടൻ അറിഞ്ഞൂടാ. ചേട്ടൻ പറഞ്ഞോ. ശിവാനി തോറ്റോ? ചേട്ടൻ്റെ അടുത്ത് ഇപ്പോഴും തോറ്റോ? അപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ണട അല്ല, കണ്ണടയ്ക്ക് ഒന്ന് കാണിക്കാൻ പോയില്ലേ? ഇനി പതുക്കെ കണ്ണു തുറന്ന്. ശിവാനി മൊബൈൽസ്. അയ്യോ, എന്റെ പേരാണ് കിടക്കാൻ പോകുന്നത്. അതെ, എന്തേ, നല്ല പേരല്ലേ? പറ്റൂല. എന്തുകൊണ്ട് പറ്റില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇടും. എന്റെ കണ്ണല്ലേ അത്? അതെ, നല്ല കണ്ണല്ലേ? എന്റെ ഫോട്ടോ കിട്ടിയേ? അത് സോഷ്യൽ മീഡിയന്ന് തപ്പിയെടുത്ത്. എന്തുപറ്റി? സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഈ കറുത്ത പൊട്ട് ഇഷ്ടപ്പെട്ടില്ല, അതിന് ഒരു ചുവന്ന പൊട്ടാക്കിയാൽ സെറ്റ് ആയിരിക്കും. അത് ഫ്ലെക്സ് അടിക്കാൻ മാറ്റാം. പിന്നെ അടുത്ത ആഴ്ച ഉദ്ഘാടനമാണ്, പറഞ്ഞേ കേട്ടാ? എന്താ ഓടിപ്പോണേ? അടുത്തത് 7. 7 കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. 6 കഴിഞ്ഞാ 7. 7ന്റെ സ്പെല്ലിംഗ് എഴുതാനാ പറഞ്ഞത്. എസ് അവിടെ എഴുത്. എസ് ബിയാ? ബി എഴുത്. അല്ല, SEVEN ആണ് 7. എഴുത്. VEN. അടുത്തത് 8. സ്പെല്ലിംഗ് എന്താ? ജി 8ന്റെ സ്പെല്ലിംഗാ? ചേച്ചി മതി, കൊറേ നേരായില്ലേ? കൊറേ നേരായി, എനിക്കും മതിയായിട്ട് വയ്യ. എന്നാ പിന്നെ ഞാൻ പോയി കളിച്ചോട്ടെ. എന്റെ പാറു, ആ ശീലം അത്ര നല്ലതല്ല. നമ്മൾ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോംവർക്ക് ചെയ്യണം. ഈ ഒരു ശീലം ഉണ്ടല്ലോ, നിന്റെ സ്കൂൾ കാലം കഴിയണ വരെ ഉണ്ടാവണം. ചേച്ചി അങ്ങനായിരുന്നോ? ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കണം. എഴുതു വച്ചേ. 8ന്റെ സ്പെല്ലിംഗ് എഴുത്. 8ന്റെ സ്പെല്ലിംഗ് എന്താ? ജി പറ. അത് ഗേറ്റ്. ഞാൻ പറഞ്ഞത് 8 ചെയ്ത് വെച്ചേ. ട്യൂഷനാ?
പൊന്നു കേശുവേ, നിനക്കെങ്കിലും സമയം കിട്ടുമ്പോഴത്തേക്ക് രണ്ടക്ഷരം ഈ കണക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടി. രണ്ടക്ഷരം കണക്കി പറയും. അതെ, നമുക്ക് കണക്ക് പറഞ്ഞു കൊടുത്താൽ ഒന്നും ഓർമ്മ കാണത്തില്ല. പിന്നെ അക്ഷരത്തിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ അവള് മറക്കും. മക്കള് പഠിയിടാം. പിന്നെ മക്കള് ഭയങ്കര പഠിത്ത. ടീച്ചറിന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്തു പറഞ്ഞു? പഠിച്ച് പഠിച്ച് കൊച്ചു താഴ്ത്തോട്ടാണ് പോണത്. സീനാന്നാ പറഞ്ഞേ. ഏയ്, ടീച്ചർ അങ്ങനെ പറഞ്ഞ? ആ ടീച്ചർ അങ്ങനെ പറഞ്ഞ്. പാറുവേ, പഠിക്കണം കേട്ടാ. ഞാൻ പഠിപ്പിക്കായിരുന്നു എങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ, അറിയാലോ. അയ്യോ പൊന്നെ, അറിയാം. അതെ, മറ്റേ എവിടെ? ആര്? അയ്യോ, കൂട്ടത്തിൽ പറഞ്ഞവിടെ കാണുമല്ലോ. എവിടത്? ശിവേ, അവളെ ഏതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. എവിടെ? ഫ്രണ്ടിന്റെ വീട്ടില്. അവ കേടായിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോണത് കുറച്ച് കൂടുന്നുണ്ടല്ലോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. ഏയ്, ഇങ്ങോട്ട് പോണു. അടച്ചുവേടി, അടച്ചുവേടി, പടിയടി. ഒക്കെ അങ്ങോട്ട് മുങ്ങാൻ നോക്കണ ചേച്ചി. ശിവ ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു? നിനക്ക് എന്താടാ അവള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നത്? നിനക്കെന്ത് കുഴപ്പം? അല്ലെങ്കിൽ നിന്റെ അല്ല നീതി, ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. അല്ല, നീ നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറില്ലേ? ഞാൻ പോറുണ്ട്. ആ, എന്നാ പിന്നെ കൂടെ ചോദ്യം ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ഒന്ന് അന്വേഷിക്കാനും പറ്റില്ല സ്വന്തം അനിയത്തിയുടെ കാര്യം. എന്നാ ഈ അനീതിയുടെ കാര്യം അന്വേഷിക്കും. അന്വേഷിച്ചാൽ മതി. പഠിപ്പിക്കണം. അയക്കണം. അന്വേഷിക്കാൻ നടക്കുന്നു. എഴുത വെച്ചാ ഗേറ്റെന്ന്. ഛേ, എയ്റ്റെന്ന് എഴുത്. ഇവിടെ പഠിത്തം നടക്കട്ടെ കേട്ടോ, ഞാൻ പോകും. ആ ഓ. ആ, ഇവിടെ മൈൻഡ് ചെയ്യാണ്ട് പോണേ. ശിവ, എന്താ എന്താണ്? നിന്റെ ഉത്തരവാദിത്തമുള്ള ആങ്ങളൊക്കെ നീ നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുന്നതിലൊരു ഇത്. ഏത്? നീ അല്ല എന്റെ അടുത്ത് ചോദിച്ചോണ്ടിരുന്ന അവൾ എവിടെ പോയതാ, എന്തിനു പോയതാ, എങ്ങോട്ട് പോയതാ? ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ, ഞാൻ ചുമ്മാ ചോദിച്ചടി. എന്റെ ഇത് ഞാൻ മാറ്റി തരുന്നുണ്ട്. ഞാനേ സമയായി എനിക്ക് ഇന്ന് പുറത്തു വരപ്പോ ഞാൻ പോയിട്ട് അതെ 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 അതെ, കോളേജ് സ്കൂളൊക്കെ വിടാൻ സമയമായല്ലോ. ഈ സമയത്ത് നിന്റെ പുറത്ത് പോക്ക് ഇച്ചിരി കൂടുതലാ. ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പോയിട്ട് ഞാൻ വരാം. നീ എന്താ കിളി പോയ പോലെ നിക്കണേ? എന്താ കിളി പോയ പോലെ നിക്കണേന്ന്? ഒന്നുമില്ല. എന്നാ പിന്നെ അകത്തേക്കല്ലേ. ഞാൻ ഇതെങ്ങനെയും തീർക്കട്ടെ. ഏതോ വെച്ച സ്പെല്ലിങ് പടം വരയ്ക്കണം അതിന്റെ ഇടയില്. ഗേറ്റ് അല്ല പാറു. ചേച്ചി എന്താ? നീ ഒന്ന് അകത്തോട്ട് വെക്കേ. അകത്തേക്ക് പോവാനാ? ഒരു ഭാഗം അറിയാൻ പാടില്ല, ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുവാണ്. അത് ഞാനിന്ന് വൈകിട്ട് പഠിപ്പിച്ചോളാം. പാറ അകത്തോട്ട് വെക്കേ. എന്നാ പിന്നെ ഞാൻ പോയി കളിച്ചോട്ടെ. നീ കളിക്കോ കുളിക്കോ എന്തെങ്കിലും പോയിച്ചേ പോ. വലിയ സന്തോഷമൊന്നും വേണ്ട, ഞാൻ പിടിച്ചോളാം. എന്താ? ഞാൻ ഒരു കാര്യം പറഞ്ഞ ചേച്ചിനെ ചീത്ത അറിയോ? ഇല്ല, നീ കാര്യം പറ. ഞാനേ ഇന്ന് വരുന്ന വഴിക്ക് ഷിബു റോക്സിനെ കണ്ട്. ഞാൻ യെസ് ഒന്നും പറഞ്ഞില്ല. ഭാഗ്യം, ഞാൻ വെറുതെ പേടിച്ച്. എന്താ പറഞ്ഞേ? കെമിക്കല് പുള്ളിക്ക് ഒരു പേരുണ്ടല്ലോ, ഷിബു റോക്സ്. അതങ്ങ് വിളിച്ചാ പോരെ. നിന്നെ കെമിക്കലിനെ വിളിക്കുന്നത്. ആ ഷിബു എന്താ പറഞ്ഞെന്ന് പറ. അതിനെ വീണ്ടും പ്രപ്പോസ് ചെയ്താ? ഇല്ല ചേച്ചി. പിന്നെ എന്താ പ്രശ്നം? പുള്ളി ഒരു പുതിയ മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പോവാണ്. അടുത്തതിന് ഉദ്ഘാടനം ഉണ്ടാവും പറഞ്ഞ്. ആഹാ, ഇതായിരുന്നാ? വെറുതെ എന്നെ കൂടെ ടെൻഷൻ അടിപ്പിച്ചല്ലോ കൊച്ചെ. ഇനിയിപ്പോ എന്താ, നല്ലതല്ലേ? പിള്ളേരൊക്കെ ഇങ്ങനെ നന്നാവുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവര് നന്നാവാൻ നമ്മളും കൂടെ ഒരു കാരണമാണല്ലോ. ഇതൊക്കെയാണ് ലൈഫ്. ജീവിതം എന്ന് പറയുമ്പോ തന്നെ അത് മാജിക്കാണ്. തേങ്ങയുടെ മൂടാണ് ഇന്നല്ലത്. ഞാൻ എന്താ ഉണ്ടായേ? മൊബൈൽ ഷോപ്പിൽ ഇട്ടേക്കണ പേരെന്താന്നറിയോ? വല്ല കെമിക്കൽ മൊബൈൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല, പിന്നെ ശിവാനി മൊബൈൽസ്. എന്ത്?
നേരം കൊണ്ട് മുഖം കുറച്ച് ആലോചിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് പറ. ഊരൊന്ന് കൊപ്പിച്ചു വെച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? പറ. ഞാൻ എന്തൊപ്പിച്ചുന്നാ? ചേച്ചി ആരെങ്കിലും എന്നെ കയറി പ്രേമിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും ശിവാനി മൊബൈൽസാ? അയ്യേ, എന്തൊരു പൊട്ട പേരാണത്. പൊട്ട പേരാ? എന്താണ് എന്റെ പേരിന്റെ പ്രശ്നം? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താണ്? നീ അവനെ വിളിച്ചിട്ട് പറ, എന്റെ പേര് പൊട്ട പേരാണ്, ഒരു രാശിയും ഇല്ല, ഈ പേരെങ്ങാനും ഷോപ്പിന് ഇട്ട് കഴിഞ്ഞാല് അടുത്ത ദിവസം തന്നെ പൂട്ടുമെന്ന് പറ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറ. അച്ഛൻ പണ്ട് ഒരു പച്ചക്കറി കട തുടങ്ങി, അതിൽ എന്റെ പേരിട്ടു, 1 മണിക്കൂറിന്റെ ഉള്ളിൽ ആ കട പൂട്ടിന്ന് കൂടെ പറ. അയ്യോടി മന്നമ്മേ, എന്റെ പേര് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല രാശിയുള്ള പേരാ എന്റെ പേരിങ്ങനെ കിടക്കിട്ടാണല്ലോ, അവിടെ കത്തിയും കേറും. ആണല്ലേ? ആ എന്നാ പിന്നെ അവനോട് ഇടാൻ പറ. ചെറുക്കം നന്നാവട്ടെ, എനിക്കാണ് വിഷമം. അയ്യോ ഇപ്പൊ അങ്ങനെ പറ്റൂല, ഇപ്പൊ വേണ്ട. ഇപ്പൊ വേണ്ടെന്നാ പിന്നെ എപ്പോ? വേണ്ട. ആ ആ അപ്പൊ പിന്നെ ആ ചെറുക്കനെ വിളിച്ചിട്ട് ഈ കാര്യം പറ, ഞാൻ ഈ പറഞ്ഞ ഐഡിയയുടെ കാര്യം പറ. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കടക്കെങ്ങാൻ എന്റെ പേരിട്ടാണ്ടല്ല തീർന്നു, ഞാൻ നാടിടാൻ പോണു, ഞാൻ ചെന്നൈക്ക് പോകും. അയ്യോ, നീ മാത്രമല്ല, അങ്ങനെ എങ്ങനെ സംഭവിച്ചതിന് 5 മിനിറ്റിനുള്ളിൽ ഞാൻ ടിക്കറ്റിന് ബുക്ക് ചെയ്ത സിദ്ധൂരിന്റെ അടുത്തേക്ക് പോകും. കുഴിപ്പടത്ത് വെച്ച് എനിക്ക് കാലുകുത്താൻ പറ്റില്ലല്ലോ, അവിടെ ഇതിനും വലിയ പ്രശ്നമായിരിക്കുമല്ലോ. ചേച്ചിക്ക് ഒരു സത്യം അറിയോ? എന്റെ കണ്ണു വയ്ക്ക്. എന്താ കുഴപ്പം? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇപ്പോഴോ? എന്റെ കൊച്ചെനിക്ക് വൃത്തിക്ക് കാണാം. എന്നാലേ എന്റെ ദിത്രയുടെ ഫോട്ടോ എടുത്തിട്ട് എന്റെ നെറ്റിത്തടവൻ ശിവാനി മൊബൈൽസ് എഴുതി വെച്ചേക്കുന്നത്. കടയുടെ ഉദ്ഘാടനത്തിനുണ്ടല്ലോ, വീട്ടുകാരെ കണ്ടത് കണ്ട തീർന്ന്. ഇതിനാണോ പറയണത് പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ലെന്ന്? കയ്യും കാലും വിറക്കണേ ചേച്ചി. നിന്റെ കയ്യും കാലല്ലേ വിറയ്ക്കുന്നുള്ളൂ, എന്റെ ശരീരം മൊത്തം വിറയ്ക്കാ. ഇവര് മഴവിൽ കളറിലെ ശിവാനി മൊബൈൽസ്. അയ്യോ കേശു എടുത്ത് പറഞ്ഞതിന് കുഞ്ഞിക്ക് മുറിയിലുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി. ബാ ചേച്ചി മുന്നിൽ നടക്കട്ടോ. ചേച്ചി ചേച്ചി എവിടെ ചേച്ചി? എന്ത് ചേച്ചി? വരുന്ന്. ആ എന്താ എന്താണ് ഒളിച്ചേക്കണെന്ന് നീങ്ങിക്ക്. രണ്ടും കൂടെ റൂമിൽ എന്തായിരുന്നു പരിപാടി? ചുമ്മാ കഥയൊക്കെ പറഞ്ഞിരിക്കാം. ആ ചേച്ചി പിന്നെ ഒരു സംഭവം തോന്നുന്നു. എന്ത്? ഞാനേ നമ്മുടെ ജിവോളിനെ കണ്ട്. നമ്മുടെ കെമിക്കൽ ഷൂ. അങ്ങനൊരു പേരുണ്ട്, ഷിബു റോക്സ്. അത് വിളിച്ചാ മതി കേട്ടല്ലോ. ശിവ ആ നമ്മുടെ ഷിബു റോക്സിനെ ഞാൻ കണ്ട്. കണ്ടിട്ട് എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? വിളിങ്ങ്. അമ്മൂമ്മ കനകാന്റെ ഒക്കെ എവിടെ? എന്തിനാ? കാര്യമുണ്ട്. അമ്മൂമ്മോയ് എന്താ കനകാന്റെ സത്യം പറയല്ല, ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ അഭിമാനം തോന്നുന്ന നിമിഷം. അതെന്തിന്? അതെന്തിന്? അമ്മ നമ്മുടെ ശിബുളയല്ലേ? അളിയനാ? സോറി കെമിക്കൽ ഷിബു അല്ലേ? കെമിക്കലോ? എന്തല്ലേ ശിവ ഷിബു റോക്സ്. നമ്മുടെ ഷിബു റോക്സ് ഇല്ലേ, ഞാൻ വരണ വഴിക്ക് വെച്ച് പുള്ളിയെ കണ്ടായിരുന്നു. ആള് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയില്ലേ. അമ്മൂമ്മ നമ്മളാ ഉപദേശം വിട്ടില്ലേ, ഭയങ്കരമായിട്ട് ആള് നന്നായി പോയി. ഇപ്പം അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു കട തുടങ്ങണം, ഫോൺ ഷോപ്പ് തുടങ്ങണം പറഞ്ഞില്ലേ? ഇപ്പൊ അത് തുടങ്ങാൻ പോണം. അടുത്ത ആഴ്ച ഞാൻ പ്രാവശ്യമായി വിളിച്ചായിരുന്നു. എന്നെ വിളിച്ച് അമ്മൂമ്മ അടുത്ത് പ്രത്യേകം വരാൻ പറഞ്ഞ്, കനാനടുത്ത് വരാൻ പറഞ്ഞ്, ലച്ചേച്ചിയെ വിളിച്ച്, ശിവ നിന്നെ വിളിച്ചു. ഇനിയാ കുറച്ച് എന്നെ വിളിച്ചാ പിന്നെ പോകണ്ടേടി. എന്തുവാടി പറയണേ? ചേട്ടാ എന്തായാലും നമുക്ക് പോണം, മഞ്ഞ ലഡു കാണും. എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. പാറു, നിനക്ക് മഞ്ഞലഡു ഞാൻ മേടിച്ചു തന്നാ പോരെ? എന്താ ചേച്ചി ഇനിയാ കുറച്ച് വിളിക്കുമ്പോ പിന്നെ പോകണ്ടേ? അതെ. ഓ കടയുടെ പേരെന്താ? അയ്യോ ചോദിക്കാൻ വിട്ടു, ഞാൻ നില വിളിച്ച് ചോദിച്ചിട്ടാ പറഞ്ഞ. അത് നമ്മള് പോകുമ്പോ ചോദിച്ചാ പോലെ, ഇപ്പൊ വിളിക്കണൊക്കെ എന്തിന്? അപ്പൊ പോകുമ്പോ ചോദിച്ചാൽ മതിയല്ലോ. അപ്പൊ പോകുമ്പോ ചോദിക്കാം. എന്തായാലും നന്നായി, അവൻ രക്ഷപ്പെടും. അവനൊരു നല്ല പെണ്ണിനെയും കൂടെ കിട്ടുവാന്നെങ്കിലോ കുറച്ചുകൂടെ അവൻ രക്ഷപ്പെടും. അതെ, നല്ല പെണ്ണിനെ കിട്ടാൻ വേണ്ടി കെണിഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും അളയന്റെ ഒരു സ്വഭാവത്തിന് നടക്കും. ഇപ്പോഴത്തെ സ്വഭാവത്തിന് കേട്ടോ. പണ്ടത്തെയാണ് ചിലപ്പോൾ പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ആളെയും ഭയങ്കരമായിട്ട് അങ്ങ് മാറിയിട്ട് ഇപ്പൊ തങ്കപ്പെട്ട സ്വഭാവം. എന്നെ കണ്ടപ്പോഴേ കേശുവേടാ നിങ്ങളുടെ കുടുംബമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് ശിവാനി, പിന്നെ ലച്ചു ചേച്ചി, പിന്നെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ തോരയായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ ഈ ഉടുപ്പ് അങ്ങ് ഊരി തരട്ടെ? എന്ത് ചേച്ചി? ഒന്നുമില്ല. ഞാൻ എന്താ പറഞ്ഞേ, ഞാൻ ഒരു 5-6 ഫ്രണ്ട്സിനെ വിളിച്ച് പറയട്ടെ. നമ്മൾ കാരണം ഒരാൾ നന്നായതാണല്ലോ, അവരെല്ലാരെയും കട ഇനാഗുറേഷൻ വിളിക്കണം.
കേശു നീ ரொம்ப நல்லவன் தான். നമ്മളെല്ലാരും അടിപൊളിയാണെന്നല്ലേ ശിബുളിയും പറഞ്ഞത്. കേശു കെമിക്കൽ ശിബു പറഞ്ഞത്. കേശു ഓ ശിവ ശിബു റോക്സ് പറഞ്ഞത്. ഓക്കേ. എന്തായാലും നന്നായി. പാവം ചെറുക്കൻ രക്ഷപ്പെടട്ടെ. ஆமா ஆமா. വാ. നീ വന്നേ. വാ 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 ഇരി. എന്നിട്ട് സമാധാനത്തോടെ അവനെ വിളിച്ച് കാര്യം പറ. ഞാൻ എന്ത് പറയാനാ? ഇടി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഐഡിയ ഇല്ലേ, നീ വിളിച്ചിട്ട് പറ നിന്റെ പേര് കൊള്ളൂല, അതിന് രാശിയില്ലെന്ന് പറ. ആരും പറഞ്ഞു എന്റെ പേര് നല്ല രാശിയാ. എന്നാ പിന്നെ അത് തന്നെ ഇടാൻ പറ. അത് പറ്റൂല. ആ അതുകൊണ്ടാ പറഞ്ഞേ, വിളിച്ചിട്ട് പറ. തലയാട്ടിക്കൊണ്ടിരിക്കാനല്ല. കേശുങ്ങാനും വന്നതിനെ പണി വാളും. അതിന് വിളിക്ക്. ഹലോ ഹലോ ശിവാനി. ഹലോ ഹലോ. ആ അതെ. ആ ഞാനൊരു ജോൽസിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളി പറയുക എന്റെ പേരിന് തീരെ രാശിയില്ല, എന്റെ പേരെങ്ങാനും കടക്കിട്ട കട പൂട്ടിപ്പോവും, നശിച്ചു പോകുന്നു. ജോത്സ്യനെ വിളിച്ചു ചോദിച്ചാ? ആ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജോത്സ്യനൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അയ്യോ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, കടക്കിന്റെ പേരിടാൻ പറ്റൂല. ഞാൻ ഈ പേരെന്നെ ഇടും. ആ ശരി ബൈ. ഹലോ അവനെന്താ പറഞ്ഞ, പെരുമാറ്റാന്ന് പറഞ്ഞോ? അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ പറയുവാണ് അവന് ഇതിലൊന്നും വിശ്വാസമില്ല, എന്റെ പേര് തന്നെ എടുത്തോളുന്നു. എന്നിട്ട് ഫോണും കട്ട് ചെയ്തു. കെമിക്കലിനെ കൊണ്ട് അതിന് മേടാണല്ലോ. കെമിക്കലല്ല, ഷിബു റോക്സ്. ഈ എന്നെ തിരുത്താതെ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്കുവച്ചേ. എന്ത് ചെയ്യും ചേച്ചി? നോക്ക്, കടയുടെ പോസ്റ്ററാണ്. എന്റെ കണ്ണുണ്ടോ? ഇതെന്ത് ഡിസൈനാ? ഇത് ഇവൻ തന്നെ ചെയ്തതാ? ആയിരിക്കും. മെനക്ക് ചെയ്തൂടെ? നല്ല വലിയ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. പോയി പറ. ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില മനുഷ്യന്മാരെ അങ്ങനെയാന്നേ. ഈ പ്രേമം തലക്ക് പിടിച്ച് തന്നെയുണ്ടല്ലോ, എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കേശുവിനെ തന്നെ നോക്ക്. ആ മെർലിനെ വളയ്ക്കാൻ വേണ്ടി അവൻ എന്തോരം കിടന്ന് മലക്കം പറഞ്ഞതാ. കരഞ്ഞ് കാല് പിടിച്ച് അച്ഛേ. ചേച്ചി റോക്സ് അങ്ങനെ ചെയ്യോ? കേശു ചെയ്യും, ഷിബു റോക്സ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശിബു റോക്സ് എങ്ങനെ ചെയ്യും? അല്ല, ഷിബു പുതിയ കടയൊക്കെ തുടങ്ങാൻ പോവാണല്ലോ. ഓ അപ്പൊ അവന് കടയൊക്കെ നേരെ ചൊവ്വേ കൊണ്ടുപോകാനുള്ള അമ്പിയറൊക്കെ ഉണ്ടോ എന്നിങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കുവായിരുന്നു. അതെന്തിനേച്ചി അങ്ങനെ കേട്ടോക്കെ? ശിബുളിന് നല്ല ആംബിയർ ഉണ്ട്. അളിയനാ? സോറി, കെമിക്കലിന് നല്ല ആംബിയർ ഉണ്ട്. കെമിക്കലോ? എന്റെ റോക്സ്. ആ റോക്സ്. ഷിബു റോക്സിന് നല്ല ആംബിയർ ഉണ്ട്. അതായത് ചേച്ചി, പുള്ളിക്കാരന് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം, ആ മനക്കെട്ടി അതുണ്ട്. എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? ഓ അതുകൊണ്ട് നമ്മളൊക്കെ കൂടെ കട്ടക്കേക്കൂലേ? എന്ത് കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചി, ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് വഴുതി മാറിപ്പോയി, തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ വേണ്ടേ സഹായിക്കാൻ? ഒരു സെക്കൻഡ് ചാൻസ് എല്ലാവർക്കും കൊടുക്കണം നന്നാവൻ. പിന്നെ കൊടുക്ക്. സെക്കൻഡാ, തേർഡാ, ഫോർത്ത്, എത്രയാന്ന് വെച്ചാ കൊടുക്ക്. ഞാൻ പറഞ്ഞു കട്ടക്ക് ഞാൻ കൂടെ വെക്കുന്നു. എടാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നീ എന്തിനാണ് കട്ടയ്ക്ക് അവന്റെ കൂടെ നിൽക്കുന്നത്? ചേച്ചിക്ക് എന്തിനാ ചേച്ചി? കേശു ചെല്ല, നീ കട്ടക്ക് നിൽക്കോ? എന്തെങ്കിലും കാണിക്കിപ്പോ. ഇറങ്ങിപ്പോടോ. നിനക്കൊക്കെ സമയായി, ഞാൻ പോട്ട്. ചേച്ചി എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് ഡീൽ ചെയ്ത് തരണം പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, നേരിട്ട് അവന്റെ അടുത്ത് കാര്യം പറഞ്ഞാലോ? പിന്നെ പറഞ്ഞാൽ മനസ്സിലാവോ? അങ്ങനെ ഇപ്പൊ ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവാൻ ചാൻസ് കുറവായിരിക്കും. ഒരു മയത്തിലും തഞ്ചത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും. ആണല്ലേ? ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. എന്നാ നീ അവനെ വിളിച്ചിട്ടേ നേരിട്ട് കാണാമെന്ന് പറ. എന്തൊക്കെ വള്ളികളാണ് ഈശ്വര. അതേ, വല്ല കോഫി ഷോപ്പിലോ കഫേലോ വെച്ച് മീറ്റ് ചെയ്താൽ പോരായിരുന്നോ? ഇവിടെയൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ? അയ്യോ, കോഫി ഷോപ്പിൽ പിന്നെ ആൾക്കാരെ ഉണ്ടാവില്ലല്ലോ. അവിടെ അല്ലേ കൂടുതൽ ആൾക്കാരുണ്ടാവുക. ശരിയാണല്ലോ. അതല്ല, നിന്റെ ചേട്ടനുണ്ടല്ലോ, ആ മെറിനെ കാണാൻ ഇതുവഴിയാണ് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. അവനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ സീനാവും. അങ്ങാണോ? എനിക്കറിയോ. ചേച്ചിയോടൊരു കാര്യം, റോക്സ് വരുമ്പോഴത്തേക്കും ആവശ്യമില്ലാണ്ട് തട്ടിക്കയറാനോ ചീത്ത പറയാനോ ഒന്നും നിൽക്കരുത്. കൺട്രോൾ.
അതൊന്നും പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഒന്ന് ചേച്ചി കുളമാക്കാനല്ല, വിഷയം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. പ്ലീസ്. ഇപ്പോഴെങ്ങാനും വരുമോ? വരുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞാൻ ഉറപ്പായിട്ടും പറയും. കൺട്രോൾ. ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു വരൂലായിരിക്കും. അല്ല, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹായ് ശിവു. നമസ്തേ. നമസ്തേ. ഹായ് ചേച്ചി. ഞാനേ പ്രിന്റിംഗ് ഷോപ്പിൽ നിൽക്കായിരുന്നു, കടയുടെ പേര് പ്രിന്റ് അടിക്കാൻ വേണ്ടിട്ടേ. അല്ല, പ്രിന്റ് അടിച്ചില്ല. ഞാൻ ലാസ്റ്റ് ഔട്ട് കണ്ടപ്പോഴേ ആ ഡിസൈൻ അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. ശിവുന് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസൈൻ ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ ഡിസൈൻ ആർക്കും ഇഷ്ടപ്പെടൂല. ചേച്ചി കണ്ടായിരുന്നോ? ഓ, ഇവള് കാണിച്ചു തന്നേരം. എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ലേ പറഞ്ഞ ആർക്കും ഇഷ്ടം. അതല്ല വിഷയം. എനിക്കൊന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കണം. സംസാരിക്കാലോ, സംസാരിച്ചോ. എനിക്ക് കടയുടെ പേര് ഇഷ്ടമായില്ല. കടയുടെ പേര് ഇഷ്ടമായില്ല? നല്ല പേരല്ലേ ചേച്ചി? അയ്യേ, ഇവിടെ അളിഞ്ഞ പേര്. അങ്ങനെയൊന്നല്ല, പേരൊക്കെ നല്ല പേരാണ്. പക്ഷെ കടയ്ക്ക് ആ പേരിടാൻ പറ്റില്ല, കുറച്ച് സീനുണ്ട്. സീനുണ്ടോ? ഒന്ന് ചേട്ടാ, ആ പേരെങ്ങനെയുണ്ട് വീട്ടുകാരാണ്ട് നല്ല സീനാവും. എന്നെ പഠിത്തം നിർത്തും, എന്നെ പിന്നെ ചെന്നൈക്ക് വിടൂല, എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പേരൊന്നും മാറ്റണം ഷിബു. ഷിബു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരാളെ പരിചയപ്പെട്ടതിന്റെ പേരിൽ അയാളുടെ പേര് കടയ്ക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോഴേക്കും അത് നാട്ടുകാരും വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മോശമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്ക്. സംഭവം ശരിയാണ്. ആ, അങ്ങനെ ചാടിക്കേറി ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട വിവരമില്ലല്ലോ ചേച്ചി. പിന്നെ നല്ല പേരായിരുന്നു. എന്നാ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടെ ചേച്ചി പറഞ്ഞു തരട്ടെ. ആ, ഷിബു, ഇവളുടെ പുറകെ അങ്ങനെ ഇങ്ങനെ ഒന്നും നടന്ന് ശല്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല. ശല്യപ്പെടുത്തിയ ഞാൻ പുറകെ ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? ഞാൻ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? ഞാൻ മെസ്സേജ് ഇട്ട് ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? പിന്നെ എങ്ങനെ ശല്യമായി? എന്റെ അടുത്ത് ഇങ്ങനെ വേണ്ടെന്ന് പറയും. പിന്നെ ചെറിയൊരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. തെറ്റാണോ അത്? അത് വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അത് വേണ്ടെന്നാ? ഓ, അങ്ങനെ. നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലായി ചേച്ചി. പണ്ട് ഞാൻ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്? പണ്ട് അങ്ങനെ നടന്നു, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്നെ തിരിച്ച് ജീവിതത്തിലൂടെ കൊണ്ടത് നിങ്ങളൊക്കെയാണ്. ആ സ്നേഹം എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലായത്, നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ പേര് മാറ്റണം. അപ്പൊ ആ പേരൊന്ന് മാറ്റണം അല്ലേ? അതല്ലേ പറഞ്ഞു. പേരൊന്ന് മാറ്റണം. അയ്യോ, ചാടി ചാവല്ലേ. ചാവാനൊന്നല്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചു. അപ്പൊ പേര് മാറണം അല്ലേ? മാറ്റാം. പകരമേ പാറമട മൊബൈൽസ് എന്നിട്ടാലോ? പാറമട മൊബൈൽസാ? അയ്യേ, ചീന പേര്. അങ്ങനല്ല, അത് അത്ര കൊള്ളൂല. എന്നാ പിന്നെ നിങ്ങളൊരു പേര് പറഞ്ഞോ. എന്നാ ഞാൻ ഒരു കിടിലൻ പേര് പറയട്ടാ. ആ, റോക്ക് സ്റ്റാർ മൊബൈൽസ്. അതിലാവുമ്പോ ഷിബു റോക്സിന്റെ റോക്കും ഉണ്ട്, പിന്നെ സ്റ്റാർ പോലെ കട കയറി കത്തുകയും ചെയ്യും. അത് നല്ല പേരാണോ? അയ്യോ, പിന്നെ കിടിലൻ പേരാ. ആണോ ചേച്ചി? ആ, പിന്നെ അടിപൊളി പേരല്ലേ. റോക്ക് സ്റ്റാർ മൊബൈൽസ് കൊള്ളാലേ? സെറ്റ്. പിന്നെ അതിന്റെ കൂടെ ചീഞ്ഞളിഞ്ഞ് ചുമന്നിരിക്കുന്ന 2 കണ്ണുകളുണ്ടല്ലോ, അതും കൂടെ ഒന്ന് മാറ്റണേ. ചീഞ്ഞളിഞ്ഞിന് ചുവന്ന കണ്ണൊന്നും പറയില്ല, അല്ല സുന്ദരം കണ്ണുകളാ. എന്റെ അനിയത്തിയുടെ കണ്ണാ, ഞാൻ പലതും പറയും. ആ, കുടുംബത്തിൽ നീ അവിടെ നിൽക്കരുത് കേട്ടോ. ഇല്ല ഇല്ല, ആ, അത് മാറ്റിക്കൊള്ളാം. മാറ്റാം. മാറ്റണം പ്ലീസ്. ഞാൻ നിങ്ങളുടെ ഡിമാൻഡൊക്കെ അംഗീകരിച്ച്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ കട ഉദ്ഘാടനം ചെയ്യുന്നത് ശിവാനി ആയിരിക്കണം. ഞാൻ നാളെ നോട്ടീസ് അടിക്കാൻ പോവാ, ശിവാനി ഉദ്ഘാടനം ചെയ്യാൻ പോണെന്ന്. അപ്പൊ ചേച്ചി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളോ? ആ, ഞാനും എൻ്റെ കടയും. ആ, നാളെ ഞാൻ നോട്ടീസ് അടിക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ശരി. അത് എന്റെ പേര് നോട്ടീസ് അടിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ? അവൻ അങ്ങനെയാണോ പറഞ്ഞേ? ഉദ്ഘാടനല്ലേ?
ഉദ്ഘാടനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാട മുറിക്കണ കാര്യമല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഉദ്ഘാടന ദിവസം ചെന്നൈക്ക് വരാ മതി. ഓ ദേ വരുന്നു ഉരുതടി. കണ്ടോളൂ. എവിടെ തന്നിട്ട് വരുവാ? എവിടെ തന്നെ പോയിട്ട് വരുവാന്ന്? ഞാൻ മറ്റേ ഈ നമ്മുടെ നിങ്ങൾ എന്താ ഇവിടെ ഞങ്ങൾ നടക്കാറിങ്ങി. നടക്കാറിങ്ങിയത്. നടക്കാറിങ്ങിയത്? അയ്യോ, എന്നാ പിന്നെ പറയണ്ടായിരുന്നു, ഒരുമിച്ച് ഇറങ്ങായിരുന്നല്ലോ നടക്കാൻ. കൂടുതൽ നടത്തല്ലേ. മെർലിനെ കാണാൻ പോയതാണോ? മെർലിനെ ഇല്ല. എന്തോന്ന്? ഇല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കണമല്ലോ അവള്. എന്താ പിന്നെ എപ്പോഴും മെറലിനുള്ളിൽ നടക്കണേ? എനിക്ക് വേറെ വേലയില്ല. നിങ്ങൾ ചെല്ലേ, വീട്ടിലോട്ടല്ലേ പോകോ. നീ വന്നില്ലേ? നീ വരുന്നില്ലേ? ഞാൻ വരാം. നിങ്ങൾ നടന്നോ, ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് നടക്കാം. ബാ. അതെ. ബാ. അല്ല കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമുണ്ട്. നിന്നെ പഞ്ചാരടിയേ വേണ്ട. ഷുഗർ വരുവാടാ. ബാ. നിങ്ങൾ നടക്കാറിയ നടന്നു കഴിഞ്ഞാ? നടന്നു കഴിഞ്ഞ്. പിന്നെ കേശുവേ, നമ്മളിപ്പോ ഷിബു റോക്സിനെ കണ്ടായിരുന്നേ. അപ്പൊ പുള്ളിയുടെ കടയുടെ ഉദ്ഘാടനക്കാരും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് 3 പേരും കൂടെ ചേർന്ന് നടത്തി കൊടുക്കണം എന്നാണ് പറഞ്ഞേ. ചെലപ്പോ കടയുടെ നോട്ടീസിൽ നമ്മുടെ 3 പേരിൽ ആരെങ്കിലും ഒരാളുടെ പേരൊക്കെ വെക്കുമായിരിക്കും. അതിനിപ്പോ എന്താ വെക്കട്ടെ, നമ്മൾ നന്നായൊരു പുള്ളിയല്ലേ, കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാന്നേ. ഉറപ്പാണല്ലോ അല്ലേ? ആ